കെ ബാലൻ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ കുരിയാട്ടെ ഒരു റോഡ് ഇപ്പൊ താങ്കൾ അതിന്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, വലിയ തോതിൽ തകർന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയലിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് പൊങ്ങുകയും ഈ റോഡ് ശരിക്കും ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി സമാനമായ നിർമ്മാണ പ്രവർത്തനം ഇവിടെ വയലിൽ ലാൻഡ് ഫില്ല് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ എംബാക്ക്മെന്റ് മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അതിൻ്റെ ശരിയായ പ്രശ്നങ്ങൾ, അതായത് ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്ത് തരം ഗ്രൗണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അറിയില്ല. കാര്യം അതൊന്നും പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഏതാണ്ട് 1980s ഈ നിർമ്മാണം തുടങ്ങുന്നത്. അപ്പോൾ 40 വർഷത്തിന് മുകളിൽ ഇത്തരം റീറ്റെയിനിങ് വാള് നിർമ്മിച്ച് ലോകത്ത് എല്ലാ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിനും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പരിചയമുണ്ട്. ഇതിനകത്തുണ്ടായിരിക്കുന്ന ഫെയിലുവർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10% ഉള്ളൂ. 90% സക്സസ്ഫുൾ കേസസാണ്. ഈ ഉണ്ടായിട്ടുള്ള 10% ഫെയിലുവറിനകത്ത് മേജർ കോസ് എന്ന് പറയുന്നത് ഡ്രെയിനേജ് ആയിരുന്നു. അതിനകത്തൊരു 10, അതായത് 80% ഡ്രെയിനേജാണ്. 10% വരുന്നതാണ് ഈ അടിയിലുള്ള, അതായത് ഫൗണ്ടേഷൻ സോയിലുള്ള പ്രശ്നം. ഇവിടെയും ഫൗണ്ടേഷൻ സോയിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്നാണ് ഫോട്ടോഗ്രാഫ്സ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അടിയിലുണ്ടാകുന്ന ക്ലേ പതുക്കെ തള്ളിപ്പോന്നു. ലിതോമാർജി ക്ലേ എന്നാണ് ഞങ്ങളതിന് പറയുക. അതായത് ലാറ്ററൈറ്റിൻ്റെ ഒരു വകഭേദമാണത്. അപ്പോൾ അതിൽ നിന്ന് സെറ്റിൽമെൻ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ടിട്ടാണ് ക്രാക്കുകൾ പലയിടത്തും കാണുന്നത്. സെയിം കേസ് ആയിരിക്കണം. ക്രാക്കുകളുടെ ഒരു സീരിയസ്നെസ് എത്രയാണ്? ഇപ്പോൾ ക്രാക്കുകൾ പലതും ഈ അടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിപ്പോൾ നമ്മൾ തൊലിപ്പുറത്തുള്ള ചികിത്സ പോലെ ആകുമോ, അതോ അങ്ങനെ ചെയ്താൽ മതി? ഇല്ലല്ല, അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെയാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ശരിയായ രീതിയിൽ ഞങ്ങളതിന് പറയുന്ന ഫോറൻസിക് സ്റ്റഡി എന്നാണ്. ഇതിൻ്റെ ഫെയിലൂർ ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, ആ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ റിട്രോഫിറ്റ് ചെയ്യാൻ സാധിക്കും. വിള്ളൽ എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഒരു വിള്ളലല്ലേ ഉള്ളൂ എന്ന് കാണാൻ പറ്റില്ല. അങ്ങനെയല്ല. അത് വിള്ളലാണെങ്കിൽ ചിലപ്പോൾ അത് തുടങ്ങുകയാണ്, ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് അതിനെ തുടക്കത്തിലേ മനസ്സിലാക്കി സൊല്യൂഷൻ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം. തീർച്ചയായിട്ടും പലയിടത്തും ആ വിള്ളലുകൾ കണ്ടു. അത് കൂടുതൽ ആശങ്കയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴാണ് ദേശീയപാത നിർമ്മാണം അതിൻ്റെ ഫുൾ സ്വിംഗിൽ നടക്കുന്നത്. പക്ഷേ ഈ കൊങ്കൺ മേഖലയിൽ തന്നെ പാത നിർമ്മാണം പൂർത്തിയായതാണ്. കേരളത്തെ പോലെയോ അല്ലെങ്കിൽ കേരളത്തെക്കാൾ ദുഷ്കരമായതോ ആയ മലയിടുക്കുകളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ദേശീയപാത നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇതേ NHAI തന്നെ വിവിധ കമ്പനികൾക്ക്, ഈ കമ്പനി അടക്കമുള്ള കമ്പനികൾക്കാണ് കരാർ കൊടുത്തിട്ടുള്ളതും. ഇതുപോലെയുള്ള അപകടങ്ങളെ നമ്മൾ സാധാരണമായി സംഭവിക്കുന്ന കാര്യമായിട്ടാണോ കണ്ടത്, അതോ വളരെ സവിശേഷമായി കാണണോ? റെയറസ്റ്റ് ഓഫ് റെയർ ആണിത്. എപ്പോഴും സംഭവിക്കണം എന്നില്ല. ആ റെയറസ്റ്റ് ഓഫ് റെയർ സംഭവിക്കുന്നതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോയിൽ സ്റ്റഡീസിൽ നിന്ന് ഡിസൈൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് മിക്കവാറും എല്ലാ കേസസിലും സംഭവിക്കുന്നത് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയും NHAIക്കും ഈ ഭൂതലത്തിനെ കുറിച്ചിട്ടും ഭൂമിയെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും. ഡിസൈൻ ചെയ്യുന്നത് മറ്റൊരിടത്താണ്. ഈ ഡിസൈൻ ചെയ്യുന്ന ആൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾപ്പാടശേഖരവും അതിൻ്റെ ബന്ധങ്ങളും ആ പർട്ടിക്കുലർ ഏരിയ, അതായത് മലപ്പുറം, തൃശ്ശൂർ മേഖലയിലുണ്ടാകുന്ന ഈ സോഫ്റ്റ് സോയിൽ പോക്കറ്റുകൾ, ഇതിനെക്കുറിച്ചൊന്നും ഡിസൈൻ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്ക് ധാരണ ഉണ്ടാവില്ല. അയാൾ സൈറ്റ് കണ്ടിട്ടും ഉണ്ടാവില്ല. ഇവർ കൊടുക്കുന്ന ഡേറ്റയുടെ ബേസിസിലായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു അപാകതയാണത് ഡിസൈൻ മേഖലയിൽ കാണുന്നത്. അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനുള്ള സൊല്യൂഷൻ വളരെ ഈസിയാണ്. പക്ഷേ കൃത്യമായിട്ട് ഇതിന് ഫോറൻസിക് സ്റ്റഡി നടത്തി കഴിഞ്ഞ് എന്തുകൊണ്ട് ഇത് പ്രശ്നം സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്താണ് നമുക്ക് ഇതിനൊരു പരിഹാര മാർഗം എന്നുള്ളത് ചെയ്യാൻ പറ്റും. യെസ്,